ബി.ജെ.പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവല്ല. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന് പറയേണ്ടി വരും. എന്തായാലും ബി.ജെ.പി എൻ.ഡി.എ സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ഇന്ന് രാവിലെ 7 മണിയോടെയാണ് മുത്തൂർ എൽ.പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. എങ്ങനെയാണ് പ്രതീക്ഷ? വലിയ പ്രതീക്ഷയാണ്. കാരണം ഇത്തവണ തിരുവല്ലയ്ക്കൊരു ഡബിൾ എഞ്ചിൻ വികസനത്തിന്റെ പ്രതീക്ഷയാണ്. അത് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ തിരുവല്ലയിൽ വന്ന് ഉറപ്പ് നൽകിയ കാര്യമാണ്. അതുകൊണ്ട് ഇത്തവണ തിരുവല്ല തിരുത്തി എഴുതും. തിരുവല്ലയിൽ ഒരു ഡബിൾ എഞ്ചിൻ എം.എൽ.എ ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ ഉണ്ടാവും. തിരുവല്ലക്കാർ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു ഒത്തിരി വികസന സ്വപ്നങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. എ ക്ലാസ് മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ വോട്ട് എത്ര ഉയർത്താൻ സാധിക്കും? വോട്ട് ഉയർത്തല്ലല്ലോ ഞങ്ങളുടെ ലക്ഷ്യം. ഇത്തവണ വിജയമാണ്. അതും ചെറിയ വിജയമായിരിക്കത്തില്ല ഇത്തവണ തിരുവല്ലയിൽ കിട്ടാൻ പോകുന്നത്. അത്യുഗ്രമായിട്ടൊരു വിജയം ഇത്തവണ തിരുവല്ലയിൽ കിട്ടും. യുവാക്കളുടെയൊക്കെ ഒരു അഭിപ്രായം മണ്ഡലത്തിൽ നിന്ന് പൊതുവായിട്ടുണ്ടായത് എന്തൊക്കെയായിരുന്നു? ഇവിടുത്തെ യുവാക്കൾ പറയുന്നത്, കാരണം അവർക്ക് ഈ നാട്ടിൽ നിന്ന് വിട്ടുപോകാൻ മനസ്സില്ല. പക്ഷെ അവരുടെ ഗതികേടാണ് അവർക്ക് ഈ നാട്ടിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്നു. കാരണം അവർക്ക് ഇവിടെ തൊഴിലില്ല, തൊഴിലവസരങ്ങളില്ല. ഒന്നും നമ്മളിവിടെ കാര്യമായിട്ട് കഴിഞ്ഞ ഒരു 20 വർഷം എടുത്തു പോയി കഴിഞ്ഞാൽ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സർക്കാർ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു വലിയ പ്രൈവറ്റ് സ്ഥാപനമോ ഒന്നും വന്നിട്ടില്ല. ഹോസ്പിറ്റൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യുവാക്കളെല്ലാം ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് തിരുവല്ല ഭാഗത്തുനിന്ന്. തിരുവല്ല ഭാഗത്തുനിന്ന് ഒത്തിരി അത് സത്യം പറഞ്ഞാൽ തിരുവല്ലയിൽ ഇപ്പം വീടുകളെല്ലാം വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായി കൊടുത്തൊരു വലിയ പ്രോമിസ് എന്ന് പറഞ്ഞാൽ മിനിമം 5000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സമഗ്രമായ ഒരു പദ്ധതികൾ ഞാൻ ഇവിടെ കൊണ്ടുവരും. അതിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ട് ആ കാര്യത്തിൽ. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ വിവാദങ്ങളൊക്കെ പ്രതികൂലമാകുമോ? ഏത് വിവാദങ്ങളാണ് ഉദ്ദേശിച്ചത്? ചില വിവാദങ്ങളൊക്കെ ഇപ്പൊ ഈ പാലക്കാട് വിഷയം ഉണ്ടായി, അതേപോലെ തന്നെ മറ്റു പലയിടങ്ങളിലും. തിരുവല്ലയിൽ അങ്ങനത്തെ വിവാദങ്ങളൊന്നുമില്ല. തിരുവല്ല എല്ലാം ശാന്തമായി പോവുകയാണ്. തിരുവല്ലയിലെ ജനങ്ങൾ ഇത്തവണ ഫോക്കസ്ഡ് ആണ്. കാരണം അവർക്ക് 20 വർഷമായിട്ട് ഫോക്കസ് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. ഇത്തവണ അവർ വളരെ ഫോക്കസ്ഡ് ആണ്. അവരുടെ ഫോക്കസ് വർദ്ധിക്കുകയും ചെയ്തു. കാരണം പ്രധാനമന്ത്രി വന്നിട്ട് കൃത്യമായി ഉറപ്പ് നൽകിയിട്ട് പോയി ഒരു ഡബിൾ എഞ്ചിൻ വികസനം ഇവിടെ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ ഇത്തവണ ഫോക്കസ്ഡ് ആണ്. ഇത്രയും നാളും അവർ എന്തിനാണോ കാത്തുനിന്നത്, വികസനത്തിനാണോ കാത്തുനിന്നത്, ഇത്തവണ നേടിയെടുക്കും തിരുവല്ല ജനങ്ങൾ. അതുകൊണ്ട് അവരുടെ മനസ്സിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല. തിരുവല്ലയുടെ വികസനം 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 മാത്രമേ ഉള്ളൂ. വികസനം മുഖമുദ്രയാക്കിക്കൊണ്ടെങ്കിൽ വികസനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയം അല്ലെങ്കിൽ അടിത്തറ എന്ന് തന്നെയാണ് അനൂപ് ആന്റണി ജോസഫ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രവർത്തകർക്കൊപ്പം എത്തി രാവിലെ 7 മണിയോടെയാണ് എൽ.പി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ തിരുവല്ല.